അപ്പോൾ കസ്റ്റമർക്ക് എന്നെ ആവശ്യമുള്ള സാധനം ഇവിടെ ഉണ്ട്. 18 ലോക്കിംഗ് പോയിന്റ് ആണ് വരുന്നത്. ടാറ്റ ഷീറ്റ് തന്നെ കമ്പനി ഉയർത്തിക്കൊണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ഇതാണ് സാർ. 3000 രൂപ മുതൽ നമ്മുടെ ബില്ലും വരുന്നത്. ബാങ്ക് ലോക്കർ സ്വന്തമായിട്ട് ചായ അടിക്കാനെങ്കിലും അറിയാതിരിക്കണം. ഇതിനകത്ത് തന്നെ പരിപാടി കമ്പനിയിലായിരുന്നു. ദ നെയിം ഓഫ് ഫുഡ് സർവീസ്. ഓ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൂടംബ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വീട് പണിയുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം കേട്ടോ. ഗൈസ്, നമ്മൾ വീട് പണിയുമ്പോൾ ആവശ്യമായ കട്ടള, വാതിൽ, ജനൽ, കൂടാതെ ഇൻറ്റീരിയർ വർക്കുകൾ എന്നീ സംവിധാനങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം വേറെ ആരുടെ സ്ഥാപനമല്ല, നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. എൻ്റെ അണ്ണച്ചിയുടെ സ്ഥാപനമാണ് സെയിൻ ഡോർസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമുക്ക് കടയ്ക്കകത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഹാറൂൺ ബ്രോ ഇതന്നെ ഇതിനകത്ത് തന്നെ പരിപാടി. ഇതിൻ്റെയോ? വീഡിയോ ചെറിയൊരു ബ്ലോഗ് പോലെ എടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ. ഇത് നമ്മുടെ അണ്ണച്ചിയാണ് കേട്ടോ. ഹാറൂൺ എന്നാട്ടോ പേര്. ഇത് കടയുടെ ഓണറാണ്. ഇനി ബാക്കി ഡീറ്റെയിൽസ് ഫുള്ള് നമ്മുടെ അണ്ണച്ചിയോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അണ്ണച്ചി, ഈ കട തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? നമ്മൾ കട തുടങ്ങിയിട്ട് 7-ാം വർഷത്തിലേക്ക്, 6 വർഷം പൂർത്തിയായി. 7-ാം വർഷത്തിലേക്ക് കടക്കുക. ഇതിനു മുമ്പ് ഒരു കമ്പനിയിലല്ലായിരുന്നോ? അതെ, ഞാൻ ഒരു ഡോർ ഉണ്ടാക്കുന്ന, ഡോർ നിർമ്മിക്കുന്ന കമ്പനിയിലായിരുന്നു. അവിടെ 2011 മുതൽ ഞാൻ അവിടെ ആയിരുന്നു. അതിന്റെ കഥ എന്നാ ഒന്ന് പറയാമോ? കഥയെന്നല്ല, നമ്മുടെ ജീവിതാനുഭവമാണ്. 2011 കാലഘട്ടം. ആ സമയത്ത് തൊഴിലില്ലായ്മ ഒരുപാട് രൂക്ഷമായിരിക്കുന്ന സമയം. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ഒരു തൊഴിൽ അത്യാവശ്യമായിരുന്നു. ആ സമയത്ത് പത്രത്തിലൊരു പരസ്യം കണ്ടാണ് പെരുമ്പാവൂർ ബേസ് ചെയ്തൊരു കമ്പനിയിൽ, ഈ ഡോർ നിർമ്മിക്കുന്ന കമ്പനിയിൽ ജോലി സംബന്ധമായ ഒരു വാർത്തകൾ. അല്ല, ആ സമയത്ത് ഷാർജ് അപ്പോൾ ഇവിടെ എന്നാ പരിപാടി ആയിരുന്നു? കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു. അത്യാവശ്യം കച്ചവടം, ചെറിയ ചെറിയ കച്ചവടങ്ങളും എല്ലാമായിട്ട് നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കച്ചവടവും എല്ലാം തൊഴിൽ പറഞ്ഞ സമയത്താണ് ഒരു തൊഴിൽ അത്യാവശ്യമായിരുന്നു. ആ സമയത്ത് സ്ഥിരമായിട്ടൊരു തൊഴിൽ വേണം. അങ്ങനെ തപ്പി നടന്നപ്പോഴാണ് പത്രത്തിലൊരു പരസ്യം കണ്ട് പെരുമ്പാവൂരിലുള്ള ഒരു കമ്പനിയിൽ, ഡോർ നിർമ്മിക്കുന്ന കമ്പനിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ രസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഐറ്റംസാണ് ഡോറുകളിൽ, പുതിയ പുതിയ ഐറ്റംസ്. ഇപ്പം നമുക്ക് പരിചിതമായി, കാരണം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഐറ്റം ഒക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നമുക്ക് കൗതുകമായി. അപ്പം അന്ന് അവിടെ ചെന്നിട്ട് നമ്മൾ ഓൾറൗണ്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഡ്രൈവിങ്ങും പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷനിലും അതിൻ്റെ മാനുഫാക്ചറിങ്ങിലും. അതുപോലെ അതൊക്കെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, അല്ലെങ്കിൽ എനിക്കൊരു നിയോഗം എന്ന് പറയാം. കാരണം നമ്മൾ അത്രയൊന്നും ചിന്തിച്ചില്ല, കാരണം ഒരു തൊഴിൽ എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം നമുക്ക് തൊഴിലിൻ്റെ ഒരുപാട് എന്താ പറയുന്നത്, വ്യത്യസ്ത തലങ്ങൾ തുറന്നു കിട്ടിയ അവസരങ്ങൾ. വണ്ടി ഓടിക്കാൻ ചെന്ന എനിക്ക് അവിടെ മോൾഡർ, അതായത് ഈ മോൾഡിംഗ് എന്ന് പറയും, മോൾഡർ നിർമ്മിക്കുന്ന വർക്കറിന് പറയുന്ന മോൾഡർ, ആ മോൾഡറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. അവിടെ ഹെൽപ്പറായിട്ട് നിന്ന് അവിടുന്ന് അതിനെക്കുറിച്ച് പഠിച്ചു. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തു. പിന്നെ സെയിൽസിൽ, മാർക്കറ്റിങ്ങിൽ ഒക്കെ വർക്ക് ചെയ്ത് ഞാൻ 10 വർഷത്തോളം ആ കമ്പനിയിലും ഉണ്ടായിരുന്നു. 9 വർഷത്തോളം ആ കമ്പനിയിൽ ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു എക്സ്പീരിയൻസാണ്. കാരണം ആ സമയത്താണ് മനോരമയുടെ പാർപ്പിടം, അതുപോലെ വനിതാ വീട് എന്ന് പറഞ്ഞ എക്സിബിഷനിലൊക്കെ ഞങ്ങളുടെ കമ്പനി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റാളുകൾ, ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ കമ്പനിയുടെ കമ്പനി അവിടെ ഇടുകയും ആ സ്റ്റാളിൽ നിൽക്കാൻ എനിക്ക് അവസരം കിട്ടി. അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സംഭവം. കാരണം അതിനൊക്കെ ഒരു അവസരം ദൈവം തന്നു, അല്ലെങ്കിൽ പടച്ചവൻ തന്നു എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ തൊഴിൽ മാത്രം ആഗ്രഹിച്ചു പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ആ അവസരങ്ങളൊക്കെ വിനിയോഗിച്ചു. അപ്പം എക്സ്പീരിയൻസ് കിട്ടിയപ്പം അങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെയിൽസിലും മാർക്കറ്റിങ്ങിലൊക്കെ ഒരു പടിപടിയായിട്ട് തന്നെ കമ്പനി ഉയർത്തിക്കൊണ്ട് പോകുന്നു. മാർക്കറ്റിങ്ങിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വില്ലൻ വരുന്നത്. കൊറോണ വന്ന സമയത്ത് നമുക്ക് കമ്പനി മൊത്തത്തിൽ ഡിമ്മായി. കാരണം കച്ചവടങ്ങൾ കുറഞ്ഞു. കച്ചവടത്തിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്, വിറ്റാലല്ലേ ഉള്ളൂ നമുക്കൊക്കെ പൈസ. അങ്ങനെ ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം വന്ന സമയത്ത് നമുക്ക് പുതിയൊരു സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തണം. മൊത്തം എത്ര കൊല്ലം അവിടെ നിന്നു ആ കമ്പനി തന്നെ? 9 വർഷം. 9 വർഷം ഒരു കമ്പനി തന്നെ. ആ കമ്പനി തന്നെ നിന്നു. ആ കമ്പനി വേറെ ഒന്നുമില്ല, അവരുടെ പല പിന്നെ ഇതില് ഫീൽഡുകളിൽ മാറി നിന്നു. പക്ഷേ 2019 ആയപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ കൊറോണ വന്നപ്പോൾ ഞങ്ങൾക്ക് തൊഴിലിൻ്റെ കാര്യത്തിലൊരു പ്രശ്നങ്ങൾ വന്നപ്പോൾ എല്ലാവരും ഒന്ന് അപ്പോഴേ അതിന് മുമ്പേ എനിക്കൊരു സ്വന്തമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ്, ഞങ്ങൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം, അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു, 2-3 വർഷം മുമ്പേ ആഗ്രഹിച്ചു. ആ സമയത്ത് കൊറോണ വന്ന ആ ഒരു ടൈമായപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, സ്വന്തമായിട്ട് ഞങ്ങൾ 5-6 പേര് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ 5-6 പേര് ഈ സ്ഥാപനങ്ങൾ പലയിടത്തായിട്ട് കേരളത്തിൻ്റെ, ഞങ്ങളുടെ മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, പിന്നെ കാഞ്ഞിരപ്പള്ളി, കോട്ടയം, ട്രിവാൻഡ്രം സൈഡുകളിലൊക്കെ ഞങ്ങൾ പലരും
ഞങ്ങൾ ടൈപ്പായിട്ട് നമ്മൾ തുടങ്ങി. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് വളരെ പിന്നെ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രതിഫലം എന്ന രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു. കാരണം ഫണ്ട് വേണം എന്ന് പറഞ്ഞ ഒരു റോൾ ചെയ്യാൻ, അതായത് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിനൊക്കെ ഇല്ല. പിന്നെ എവിടെ നിന്നൊക്കെ എല്ലാം മുകളിലിരിക്കുന്ന ആൾ തന്നു എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു ചെറിയ നമ്മളൊന്നും കരുതി കൂട്ടി വെച്ചിട്ടുള്ളല്ലോ, ചെറിയൊരു തൊഴിൽ എടുക്കുന്ന ആളാണല്ലോ. ആ സമയത്ത് എന്താണെങ്കിലും ദൈവാധീനം കൊണ്ട് കൃത്യമായിട്ട് അതെല്ലാം ഒക്കുകയും അതനുസരിച്ച് ചെറിയൊരു സ്ഥാപനം തുടങ്ങി. അപ്പം നല്ല രീതിയിൽ പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. നമുക്ക് ഡോറ് ഫിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ എല്ലാ ആളുണ്ടെങ്കിൽ തന്നെയും ഇവരൊക്കെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ തന്നെ ഇറങ്ങും. കാരണം എനിക്ക് എൻ്റെ പെരുമ്പാവൂരിലെ കമ്പനിയിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമെന്നല്ല, അവസരമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മളൊരു പണ്ട് ജോലിയുണ്ട്, ചായക്കട നടത്തുന്നവൻ ഏറ്റവും കുറഞ്ഞത് സ്വന്തമായിട്ട് ചായ അടിക്കാനെങ്കിലും അറിയണം എന്ന് പറഞ്ഞതുപോലെ ഞാൻ അന്ന് ആ തൊഴിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് ഇന്ന് ഫിറ്റ് ചെയ്യാനും അത്യാവശ്യം ഡോർ നിർമ്മിക്കാൻ തന്നെ, അതായത് പണിക്ക് ഒരാളില്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഡിലേ വരുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർക്ക് ഇപ്പം ഇതെല്ലാം മനുഷ്യ നിർബന്ധമാണല്ലോ, കംപ്ലൈന്റുകൾ വരാതിരിക്കാം. അപ്പം ഈ കംപ്ലൈന്റ് വരുമ്പം ഉടനെ പരിഹരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ കസ്റ്റമർക്ക് നമ്മളോടുള്ള വിശ്വാസം വർദ്ധിക്കുക. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട ഞങ്ങളുടെ ബാധ്യതയാണ്. അങ്ങനെ ആണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം അത് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയ ഈ പറഞ്ഞ 10 വർഷം ആ കമ്പനി വർക്ക് ചെയ്തതിന്റെ ഒരു ഗുണമാണ്. നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം ഒരു സർവീസ് ഒരു കസ്റ്റമർക്ക് കൊടുക്കണമെങ്കിൽ ഇവരില്ലെങ്കിൽ, ഇനി അതിന്റെ സർവീസ് ടെക്നീഷ്യൻ ഇല്ലെങ്കിൽ ഞാൻ ഓടിപ്പോകും. സ്പോട്ടിൽ നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ കയ്യിൽ അതിനുള്ള ടൂൾ കിട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഓടിച്ചെല്ലാറുണ്ട്. ഇതെല്ലാം എന്നാ പറയുന്നത്, ഇലക്ട്രോണിക്സ് ഐറ്റം പോലെ എല്ലാം ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പം ലോക്ക്, പൂട്ട്, വിചാരി ഇതിനുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതിനകത്ത് സർവീസ് കൃത്യമായിട്ട് കൊടുക്കണം. ഡോർ വയ്ക്കുന്നില്ലല്ലോ, ഡോർ ഒരുപാട് കമ്പനികളും കാര്യങ്ങളും ലോകത്തുണ്ട്. കൊടുക്കുന്ന സർവീസിലാണ് കാര്യം. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സാധനം എടുത്ത് വിൽക്കുക എന്നുള്ളതൊരു വലിയ കഴിവല്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു സാധനം എടുത്തു വേറൊരാൾക്ക് വിറ്റു, ഇപ്പം ഇത്തിരി പൈസ കുറച്ച് കൊടുത്താൽ ആരും എടുക്കും. ഇപ്പോൾ 10,000 രൂപയുടെ സാധനം 8,000 രൂപയ്ക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ 100 വരുവാണ്. പക്ഷേ ആ 8,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, ആഫ്റ്റർ സർവീസ് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി ഇടപെടുകയും ആ സമയാതീതമായിട്ട് നമ്മൾ അതിനെ ചെന്ന് അത് പരിഹരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ കസ്റ്റമർ ഉള്ളത് വിളിച്ചാൽ വിളിക്കുക. അപ്പം ആ ഒരു പേരുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വം തന്നെ. കാരണം എന്താ വെച്ചാൽ അത് എക്സ്പീരിയൻസിലൂടെ മാത്രം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമ്മൾ MBA പഠിച്ച പിള്ളേർക്കൊന്നും ഉണ്ടാവണമെന്നില്ല. എക്സ്പീരിയൻസ് അത് വേണം. അത് എനിക്ക് കിട്ടി എന്നുള്ളത് എൻ്റെ ഭാഗ്യം. കാരണം ഈ കമ്പനിയിൽ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എക്സ്പീരിയൻസ് കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ അത് മാത്രമല്ല അന്നത്തെ ഒരു സിസ്റ്റം അല്ല ഇന്ന് ഒരുപാട് മാറി. ഈ ഡോറിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒരുപാട് മാറിയിട്ട് ഇപ്പം പുതിയ സംഭവങ്ങളാണ് വരുന്നത്. അപ്പം അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അതിലും കാര്യമുള്ളൂ. നമ്മൾ അന്ന് പഠിച്ച കാര്യം മാത്രം ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അപ്ഡേഷൻ ഡോറിലും നമ്മുടെ പ്രൊഡക്റ്റിലും വരുന്നതനുസരിച്ച് നമ്മുടെ സർവീസിലും അപ്ഡേഷൻ വരുത്തിക്കൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. അപ്പം മനസ്സിലായില്ലേ? അതായത് 2011 നിർമ്മിച്ച ഞങ്ങളുടെ കമ്പനി നിർമ്മിച്ച ഡോർ അല്ല ഇന്ന് നിർമ്മിക്കുന്നത്. ഇന്ന് പുതിയ ഇംപ്ലിമെന്റ് അതനുസരിച്ച് നമ്മൾ മാറണം. നമ്മൾ അതനുസരിച്ച് അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിനെന്ത് ചെയ്യണം, നമുക്ക് അത് ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രാൻഡുകൾ വിൽക്കുന്നതിന്റെ ഗുണം അതൊന്നും ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഇപ്പോൾ ഇവിടെ 5-6 ബ്രാൻഡ് ഡോറുകളാണ് വിൽക്കുന്നത്. ഈ കമ്പനികളൊക്കെ നമുക്കൊരു 6-7 മാസം കൂടുമ്പം ഒരു ക്ലാസ് തരും. അതായത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ സർവീസിനെ കുറിച്ചും അവരുടെ പ്രൊഡക്റ്റ് പുതിയതായിട്ട് എന്താണ് അവർ ചെയ്തിരിക്കുന്നത്, അതിന് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊരു ക്ലാസ് തരുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് എപ്പോഴും അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കണം. അതിപ്പോൾ എന്ത് ഡോറെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഡോറാകുമ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുന്നത്, റെഡി ടു സർവീസിന് റെഡി ആയിട്ടിരിക്കണം. ഇനി അതല്ല മറ്റുള്ള എന്ത് ഇതാന്ന് പറഞ്ഞാലും നമ്മൾ വിറ്റ സാധനത്തിന് അല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുത്ത ഒരു സാധനം, കച്ചവടം ചെയ്ത സാധനത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഉത്തരവാദിത്തം കാണിക്കണം. ആ ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ അവൻ ഫീൽഡ് ഔട്ട് ആയി പോകും. കാരണം അത് പ്രകൃതി നിയമമാണ്. അപ്പം ഇപ്പം ഞാനൊരു സാധനം മേടിച്ചപ്പം എനിക്കതിന് ഉത്തരവാദിത്തം ഇല്ല. ഞാൻ വിളിക്കുക, ഇത് നിങ്ങളുടെ സാധനം കേടായിപ്പോയി എന്ന് പറഞ്ഞ് അതിൻ്റെ കടയുടെ ഓണർ അല്ലെങ്കിൽ കമ്പനിയുടെ ആളെ വിളിക്കുമ്പോൾ അവർ കൈമറത്തി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അടുത്ത ആളോട് പറയും ഞാൻ എടുക്കത്തൂല്ല ചെയ്താലും. നേരെ പറഞ്ഞാൽ എനിക്ക് സർവീസ് കിട്ടും, നല്ല സർവീസ് കിട്ടുകയാണ് ഉറപ്പായിട്ടും വേറെടുത്ത് പോലെ. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം സാറേ 10 രൂപ കൂടുതൽ എന്ന് പറഞ്ഞാലും എടുക്കും. നമ്മുടെ സർവീസിലാണ് കാര്യം. അതാണ് ഞാൻ ഈ സ്ഥാപനം 2019 തുടങ്ങുമ്പോൾ ഈ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 2019 മാർച്ച് 11 നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ സെയിൻ എന്ന് പറയുമ്പോൾ ഒരു എൻ്റെ കുഞ്ഞിന് ഇടാനുള്ള ആഗ്രഹിച്ചുള്ള പേരുണ്ട് കിട്ടുന്നുള്ളൂ, സെയിൻ ഡോർസ് എന്നായിട്ട്. ഈ സെയിൻ ഡോർസിൻ്റെ അടിയിൽ നമ്മളൊരു വാചകം കൊടുത്തു, ദ നെയിം ഓഫ് ഗുഡ് സർവീസ്.
അതായത് നമുക്ക് കൊടുക്കാൻ പറ്റിയ സർവീസാണ്. പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ, ഏത് നല്ല പ്രൊഡക്റ്റും കിട്ടും. നല്ല കമ്പനിയുടെ, ഇതിനേക്കാളും മികച്ച കമ്പനിയുടെ ഒക്കെ കിട്ടും, വില കൂടി എടുത്താലും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സർവീസ്, അതാണ് ഞങ്ങൾ ഇൻഷുർ ചെയ്യുന്നത്. അതായത് ദ നെയിം ഓഫ് ഗുഡ് സർവീസ്. നമ്മൾ സർവീസിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സർവീസ് കൃത്യമായിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് കമ്പനി, അതായത് നമ്മുടെ ഷോപ്പ് തുടങ്ങിയതിനെ കുറിച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ എന്തൊക്കെ ഐറ്റങ്ങളുണ്ട് നമ്മുടെ കടയിൽ? നമ്മളിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്നത് വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് വീട് പണിക്ക് ആവശ്യമായ കട്ടള, വാതില്, ജനല്, ഇൻറ്റീരിയർ വർക്കുകൾ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു വീട് പണിയുക, ഞങ്ങളെ സമീപിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാണാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് മെയിൻ ഡോറിലേക്ക്, മെയിൻ എൻട്രൻസിലേക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള സെക്യൂരിറ്റി സ്റ്റീൽ ഡോർസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബാങ്ക് ലോക്കറിന് സമാനമായ രീതിയിൽ മൾട്ടി ലോക്കിംഗ് സിസ്റ്റത്തോട് കൂടി ഇത് വരുന്നത്. മൾട്ടി ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബാങ്ക് ലോക്കറൊക്കെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ താക്കോല് തിരിക്കുമ്പോൾ 18 ലോക്കിംഗ് പോയിന്റ് ആണ് വരുന്നത്. ഞാൻ കാണിച്ചത് ഇങ്ങോട്ട് ടോപ്പിലും സൈഡുകളിലും ബോട്ടത്തിലുമായിട്ട് 18 ലോക്കിംഗ് പോയിന്റ് ആണ് വരുന്നത്. ഇതാണ് മൾട്ടി ലോക്കിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ബാങ്ക് ലോക്കർ എന്ന് പറയുന്നത്. ബാങ്ക് ലോക്കർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ മെയിൻ എൻട്രൻസിന് ഉപയോഗിക്കാൻ പാടില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത്, ടാറ്റയുടെ ഗാൽവാനോ ജിഐ എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ച് ജനലുകൾ നിർമ്മിക്കും. കസ്റ്റമൈസ്ഡായിട്ടാണ് നിങ്ങൾ പറയുന്ന ഡിസൈനിൽ, നിങ്ങൾ പറയുന്ന അളവിൽ നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ടാറ്റയുടെ ഗാൽവാനോ ജിഐ വിൻഡോസ്. അതായത് ടാറ്റ ഷീറ്റ് എന്ന് പറയുള്ളൂ. ടാറ്റ ഷീറ്റ് വെച്ച് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈനിലും കസ്റ്റമറുടെ മെഷർമെന്റ് അനുസരിച്ചും നമ്മൾ ജനലുകൾ നിർമ്മിച്ചു തരുക. അത് ഒറ്റപ്പാളിയുണ്ട്, 2 പാളി, 3 പാളി, 4 പാളി. അതുപോലെ തന്നെ ഫ്രഞ്ച് വിൻഡോ, അതായത് നമ്മള് മെയിൻ എൻട്രൻസിന്റെ അവിടെ വെക്കുന്നല്ലേ ഫ്രഞ്ച് വിൻഡോ ആണ് ഇത്. ഇത് നമുക്ക് കമ്പിയും പട്ടയും കിട്ടും, അല്ലെങ്കിൽ സ്ക്വയർ ട്യൂബ് ഇട്ടും ചെയ്തു തരും. പിന്നെ ഇത് നമുക്ക് ആർച്ച് ഡിസൈൻ, ചെക്ക് ഡിസൈൻ, ഡൂവർ ഡിസൈൻ, ഡിവൈഡർ, എന്തുമല്ല നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്തു തരും. അതിപ്പോ ഒറ്റപ്പാളിയുണ്ട്, 2 പാളി, 3 പാളി, 4 പാളി. പിന്നെ വെന്റിലേഷൻ, ബാത്റൂം വെന്റിലേഷന്, പിന്നെ നമ്മൾ ബെഡ്റൂമിലൊക്കെ കട്ടള വെക്കണമെങ്കിൽ അത്, ഇതെല്ലാം നമുക്ക് ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, നമ്മൾ തന്നെ ചെയ്തു തരുക. അതായത് നമ്മൾ ഫ്രണ്ട് ഡോറിനെയും ജനലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഇന്റീരിയർ ഡോർ. വീട് പണിയുമ്പോൾ ഇന്റീരിയർ ഡോറുകൾ ആണ് വേണ്ടത്. അതായത് ബാത്റൂം, ബെഡ്റൂമിനുള്ള ഡോറുകൾ. ബാത്റൂം ഡോറിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ബഡ്ജറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് PVC ഡോറുകളാണ്. PVC ഡോർ എന്ന് പറയുമ്പോൾ നമുക്ക് 3000 രൂപ മുതൽ ഡോറും കട്ട്ലൈറ്റ് ലോക്കും ഫിക്സിങ് എല്ലാം ഉൾപ്പെടെ, ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ 3000 രൂപ, 3500 ആ റേഞ്ച് മുതലുണ്ട്. പിന്നെ വരുന്നത് FRP ഡോറുകൾ. അതായത് 7500, 8000 രൂപ ആ റേഞ്ച് മുകളിലേക്ക് പോകുന്നതാണ് FRP ബാത്റൂം ഡോറുകൾ. പിന്നെ ഉള്ള ബെഡ്റൂമിന്റെ ഡോറുകൾ. അതായത് നമ്മളിപ്പം നിങ്ങൾ കസ്റ്റമർ ഇപ്പൊ കട്ട്ള പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട്ള തടിയുടെയോ കോൺക്രീറ്റിന്റെയോ അതുപോലെ ടാറ്റയുടെ സ്റ്റീലിന്റെയോ കട്ട്ള പിടിപ്പിച്ചിട്ടുണ്ട്. ആ കട്ട്ളയിലേക്ക് നമുക്ക് ബെഡ്റൂമിന്റെ ഡോറുകൾ വെക്കാം. പിന്നെ ഇതൊക്കെ ഞാൻ ഓരോ ഐറ്റംസ് കാണിച്ചതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടാറ്റയുടെ ജനൽ എന്ന് പറഞ്ഞല്ലോ. ഇനി ടാറ്റ GI സ്റ്റീൽ വിൻഡോ വേണ്ട, ഒരാൾക്ക് WPC ആണെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ UPVC എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, അത് വേണമെങ്കിൽ അത് കൊടുക്കാം. ഐറ്റംസ് നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് ഫ്രണ്ട് ഡോർ ഇപ്പോൾ തടി വേണമെങ്കിൽ തടി, സ്റ്റീൽ വേണമെങ്കിൽ സ്റ്റീല്, പിന്നെ ജനലിന് ടാറ്റ സ്റ്റീൽ വേണമെങ്കിൽ ടാറ്റ സ്റ്റീൽ, അല്ലെങ്കിൽ UPVCയോ WPCയോ. ബാത്റൂമിന് PVC ഡോറുണ്ട്, FRP ഡോറുണ്ട്, UPVC ഉണ്ട്, അലുമിനിയം ഡോറുകളുണ്ട്. ഐറ്റംസ് ഒരുപാടുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് എന്നെ ആവശ്യമുള്ള സാധനം ഇവിടെ ഉണ്ട്. ആവശ്യം കസ്റ്റമർക്ക് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കാണിക്കും, ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇതാണ് സാർ ഞങ്ങളുടെ പ്രൊഡക്റ്റ്, നമ്മുടെ സർവീസ് നമ്മൾ കാണിക്കും. പിന്നെ അവർ പറയുക എനിക്ക് അത്രയും ഫണ്ട് കൊടുക്കാനില്ല, ഞാൻ പണിത് വിൽക്കുന്ന വീടാണ് എന്നൊക്കെ പറഞ്ഞ് ബഡ്ജറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട്. ഇനി ഒരാൾ പറയുക എനിക്ക് പൈസ നോക്കണം, എനിക്ക് ഫസ്റ്റ് ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, സർവീസും കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഏത് തരം കസ്റ്റമർ, ഏത് തരത്തിലുള്ള കസ്റ്റമർ വന്നാലും ബഡ്ജറ്റായിട്ട് പണിയുന്നവരാണോ അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് ക്വാളിറ്റി നോക്കി പണിയുന്നവരാണോ, ആര് വന്നാലും അവർക്കുള്ള സംവിധാനം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റും, സർവീസ് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ 6 വർഷമായിട്ട് ഇവിടെ തുടരുന്നുണ്ട്. പിന്നെ നമുക്ക് മലപ്പുറത്തും ട്രിവാൻഡ്രം, കോട്ടയത്തെല്ലാം, എറണാകുളത്തെല്ലാം ഉണ്ട് ഷോപ്പുണ്ട്. സർവീസ് നമുക്ക് ഓൾ കേരള സർവീസാണ്. ഈ 4-5 ഷോപ്പുകൾ കൊണ്ട് നമുക്ക് ഓൾ കേരള സർവീസ് ഉണ്ട്. അപ്പം കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എവിടെ വിളിച്ചാലും നമുക്ക്, അതാണ് ഇവരുടെ ഹൈലൈറ്റ് ആയിട്ട് ടീം വർക്കാണ്. ഞങ്ങൾ 5-6 പേര് ഞാൻ പറഞ്ഞല്ലോ കമ്പനി തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് അവിടെ എല്ലാം കൃത്യമായിട്ട് സർവീസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കട്ടള, ഡോറ്, ജനല്, ഇന്റീരിയർ വർക്ക്, ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകൾക്കും ഞങ്ങളെ, എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പം ഇതാണ് അണ്ണച്ചിയുടെ ഷോപ്പ് ഇരിക്കുന്ന ലൊക്കേഷൻ ഞാൻ കറക്റ്റ് പറയാം. അതായത് ഇതിപ്പം ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്ന റൂട്ട്, ഇത് നേരെ കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോകുന്നതാണ്.
കറക്റ്റ് 1-ാം മൈൽ എന്നാട്ടോ ഇതിന് പറയുന്നത്, ഈ സ്ഥലത്തിന് പറയുന്നത് 1-ാം മൈൽ ആണ് ഷോപ്പ് ഇരിക്കുന്നത്. അപ്പം ഡീറ്റെയിൽസ് ഫുള്ള് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.